സോ ആദ്യം എന്താണ് ഫാസ്റ്റിംഗ് ഫോർ എനർജി തുടങ്ങാനുള്ള ഒരു കാരണം എന്നുള്ളത് ഞാൻ ഒന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാ റിലീജിയനിലും അല്ലെങ്കിൽ എല്ലാ ഏൻഷ്യൻ ട്രഡീഷനുകളിലും ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്. അതല്ലെങ്കിൽ അത് റിലീജിയസ്ലി തന്നെ ആളുകളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണെന്നുള്ളതാണ്. ഇതൊരു പുതിയ ട്രഡീഷൻ ഒന്നുമല്ല, അല്ലെങ്കിൽ പുതുതായിട്ട് ഉണ്ടാക്കിയൊന്നുമല്ല. ഇത് വർഷങ്ങളോളം ആയിരം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു കൾച്ചർ പല ഏരിയകളിലും പല ട്രഡീഷനുകളിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോ ഇത് അവർ ഉപയോഗിച്ചിരുന്നത് ഒരു സ്പിരിച്വൽ ഡെവലപ്മെന്റിനും അല്ലെങ്കിൽ അവേക്കനിങ്ങിനൊക്കെ ആയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതുപോലെ തന്നെ അവരെ ഫിസിക്കൽ ഹെൽത്ത്, അതുപോലെ തന്നെ ഡിസീസുകളെ ട്രീറ്റ് ചെയ്യാനൊക്കെ പല രീതിയിലുള്ള ഫാസ്റ്റിംഗ് ടെക്നോളജികൾ, ഇതിനെ ഞാനൊരു സ്പിരിച്വൽ ടെക്നോളജി എന്നാണ് ഞാൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ ടെക്നോളജി കുറെ കാലം മുമ്പ് തന്നെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ നോർമലി ഈ സെഷന്, ഫാസ്റ്റിംഗ് ഫോർ എനർജിയുടെ സെഷനൊക്കെ നമ്മുടെ പ്ലാറ്റിനം അതല്ലെങ്കിൽ നമ്മുടെ പ്രീമിയം VIP കോച്ചിങ്ങിലൊക്കെയാണ് കൊടുക്കാറുള്ളത്. എന്തുകൊണ്ടാണ് നമ്മൾ റമദാനിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ റമദാനിൽ എല്ലാ മുസ്ലിങ്ങളും, അറ്റ്ലീസ്റ്റ് മെജോറിറ്റി ആയിട്ടുള്ള മുസ്ലിങ്ങൾ ലോകത്തെമ്പാടും ഫാസ്റ്റിംഗ് എടുക്കാറുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും നോമ്പ് നോൽക്കാറുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ നോമ്പ് നോൽക്കുന്നത് പലപ്പോഴും മരിച്ചു പോയിട്ട് ചില ബെനിഫിറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രോഗ്രാമോടെ നിങ്ങൾക്ക് മനസ്സിലാകും, ഫാസ്റ്റിങ്ങിന് മരിച്ചു പോയിട്ട് മാത്രമല്ല ബെനിഫിറ്റ് ഉള്ളത്, അത് കിട്ടും, ഓക്കെ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ ഇവിടെ ഈ 3D വേൾഡില് റൈറ്റ് നൗ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റിങ്ങിന്റെ ബെനിഫിറ്റ്സ് കിട്ടുമെന്നുള്ളതാണ് റിയാലിറ്റി. അത് നിങ്ങൾ ഈ 30 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളുടെ ബോഡിയിൽ ഹ്യൂജ് ലെവൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കും. ഇത് ഞാൻ ഗ്യാരണ്ടി തരികയാണ്. ഓൺലി തിങ് ഈസ്, നിങ്ങൾ അനുസരണയുള്ള കുട്ടികളെ പോലെ നെക്സ്റ്റ് 30 ഡേയ്സ് എൻ്റെ കൂടെ നിൽക്കുക. ഈ റമദാൻ കഴിയുന്നത് വരെ ഞാൻ പറയുന്ന രീതിയിൽ, ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് ആക്ഷൻ എടുത്താൽ മതി. ഒരുപാട് ബുദ്ധിമുട്ടുള്ള പരിപാടികളൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഗുരുക്കന്മാരോട് പറയുന്നത് പോലെ തന്നെ ഡു എക്സാക്ട്ലി വാട്ട് ഐ സേ. ഞാൻ പറയുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഡൗട്ടുകൾ മറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ ഗ്രൂപ്പിൽ ചോദിക്കാം, നോ പ്രോബ്ലം. അപ്പൊ അത് നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതാണ് ഗ്രൂപ്പിൽ. സോ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. നമ്മളൊരു ഗെയിം പോലെ ഇതിനെടുക്കുക. നമ്മൾ ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ വീക്കിലും കൊണ്ടുവന്നിട്ട് നമ്മൾ റമദാനിനെ മാക്സിമം ഒപ്റ്റിമൈസ് ചെയ്യും. ബിസിനസ്സിൽ ഒപ്റ്റിമൈസേഷൻ എന്നൊരു പ്രോസസ് ഉണ്ട്. സെയിൽസ് ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും ഓപ്പറേഷൻസ് ആണെങ്കിലും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ഇപ്പോൾ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന മിക്കവാറും ആളുകൾ, ഒരു മെജോറിറ്റി ആളുകൾ 40+ ആയിരിക്കും. നിങ്ങൾ അപ്രോക്സിമേറ്റ്ലി ഒരു 30 കൊല്ലമെങ്കിലും നിങ്ങൾ ഫാസ്റ്റിംഗ് എടുത്തിട്ടുണ്ടാകുന്നതാണ്. പല ആളുകൾക്കും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് 90% ഓഫ് പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ദ ഫിസിക്കൽ ബെനിഫിറ്റ് ഓഫ് ഫാസ്റ്റിംഗ്. ഇപ്പൊ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പവർഫുൾ ടൂളാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രോഗ്രാം കഴിയുന്നതോടെ തന്നെ ഫാസ്റ്റിങ്ങിനെ നിങ്ങൾ നോക്കിക്കാണുന്ന നിങ്ങളുടെ പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി മാറുമെന്നാണ്. അതുപോലെ തന്നെ നമ്മളെ അലുമിനി മെമ്പേഴ്സ് കുറെ ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ റെഡി ആയിരിക്കുക. ഞാനൊരു അടുത്തൊരു സ്ലൈഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതാണ്. നിങ്ങൾ റൈസ് ഹാൻഡ് ചെയ്യുക, അപ്പൊ നിങ്ങളെ അൺമ്യൂട്ട് ചെയ്യുന്നതാണ്. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ നമുക്ക് മൂവ് ചെയ്യാം. ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പേ കുറെ ഗസ്റ്റുകൾ, പുതിയ ആളുകൾ ജോയിൻ ചെയ്തവരുണ്ട്. നമ്മളെ സ്റ്റൈല് ചിലപ്പോൾ അവർക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങളോട് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുന്നത്, ഈ പ്രോഗ്രാമില് ഒന്ന് റെഡി ആവുക. നമ്മൾ അറബിയിൽ നിയ്യത്ത് എന്ന് പറയും. നിങ്ങൾ നിയ്യത്ത് ആദ്യം സെറ്റ് ചെയ്യണം, ഇന്റൻഷൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പ്രോഗ്രാമിന് റെഡി ആവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കഴിവിന്റെ പരമാവധി ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ക്യാമറ ഓൺ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഇവിടെ വരും. എവിടോട്ടാണോ നിങ്ങളുടെ അറ്റൻഷൻ പോകുന്നത് അവിടോട്ടാണ് നിങ്ങളുടെ ഫോക്കസ് പോകുക, അവിടോട്ടാണ് നിങ്ങളുടെ എനർജി ഫ്ലോ ചെയ്യാന്ന് പറയും. രണ്ടാമത്തത്, ഞാൻ നിങ്ങളുടെ കൂടെ ഒരു റൂമിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയാം, ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം, അൺമ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിന് ആൻസർ പറയാനൊക്കെ പറ്റും എന്നുള്ളതാണ്. അടുത്തത്, നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. അതായത് നമ്മുടെ പോസ്റ്റർ ശരിക്കും ലേണിങ്ങിന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ബെഡിലേക്ക് കടന്നിട്ടോ മറിഞ്ഞിട്ടോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ സ്റ്റഡി ആയിട്ടിരിക്കുക. ഒരു ടേബിളോ മറ്റോ ഉള്ള സ്ഥലത്തിൽ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. അത് നിങ്ങളെ ലേണിങ്ങിന്റെ സ്പീഡ് കൂട്ടുന്നുള്ളതാണ്. മറ്റൊന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത്, നമ്മളിപ്പോൾ വീഡിയോ കാണുകയാണ്, നിങ്ങൾ അതുപോലെ തന്നെ ഓഡിയോ കേൾക്കുന്നുണ്ട്, എന്നെ കാണുന്നുണ്ട്. ഈ സമയത്ത് ബ്രെയിനിന്റെ 1-2 ഏരിയകളിൽ മാത്രമേ ആക്ടിവിറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അതേസമയം നിങ്ങൾ എഴുതുക കൂടി ചെയ്താൽ, ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ചില സംഭവങ്ങൾ നിങ്ങളെ മൈൻഡിൽ ബൾബ് കത്തും. ഇത് കൊള്ളാലോ, ഇത് നല്ല ഐഡിയ ആണല്ലോ,
എന്ന് വരുന്ന ഐഡിയകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. അത് പിന്നെ നിങ്ങൾ വായിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നോട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിലെ വേറെ കുറെ ഏരിയകൾ കൂടി ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് അനാലിസിസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ഞാൻ എന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ മാക്സിമം എന്ത് ചെയ്യുക, കഴിയുന്നവരെല്ലാവരും ഒരു പെന്നും പേപ്പറും എടുക്കുക. എന്തൊക്കെയാണോ ഐഡിയാസ് നിങ്ങൾക്ക് വരുന്നത് അത് അവിടെ എഴുതി വെക്കുക. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ അതും അവിടെ എഴുതി വെക്കുക. ഇൻഷാ അല്ലാ അവസാനം നമുക്കത് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്, ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്ന് കിട്ടിയ ഏറ്റവും 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആഹാ മൊമെന്റ്സ്, ബൾബ് കത്തിയ മൊമെന്റ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും നമ്മൾ ഇന്നിവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഞാനൊരു 3 ആളുകൾക്ക് ഇത് ഷെയർ ചെയ്യും. ഇതേപോലെ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾക്കൊന്ന് നോട്ടൊക്കെ എടുത്തൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പഠിക്കുമ്പോൾ നിങ്ങളുടെ ലേണിങ്ങിന്റെ കപ്പാസിറ്റിനെക്കാട്ടിലും ഡബിളും ട്രിപ്പിളും ആവും നിങ്ങൾ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പഠിക്കുന്ന സമയത്ത്. അപ്പോ നിങ്ങളുടെ 2 or 3, അത് നിങ്ങളുടെ വൈഫ് ആവാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ആവാം, സിസ്റ്റേഴ്സ് ആവാം, ബ്രദേഴ്സ് ആവാം, ആരും ആവാം. ഒരു 3 ആളുടെ പേര് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ അവിടെ എഴുതി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അത് എഴുതുന്ന സമയത്ത് തന്നെ ആർക്കെങ്കിലും നമ്മുടെ ഫീഡ്ബാക്ക് ലാസ്റ്റ് കുറെ സെഷനുകൾ ലാസ്റ്റ് ഒരു 7 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിന്റെ ഫീഡ്ബാക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാം. മീൻ ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, ആ 3 ആളുകളുടെ പേര് എഴുതുക. ആർക്കാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. ആക്ച്വലി എൻ്റെ പേര് ഹാബിദ്. ആക്ച്വലി ഞാൻ ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തത് ലാസ്റ്റ് ഇയറിൻ്റെ മുന്നത്തെ ഇയറിലാണ്, 2 years ബാക്ക്. പക്ഷെ ഞാനിതിൽ അറ്റൻഡ് ചെയ്ത സമയത്ത് സാറിൻ്റെ തന്നെ ഒരു സ്ലീപ്പ് മാസ്റ്റർ എന്നുള്ള പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്ലീപ്പ് മാസ്റ്ററിൽ ആക്ച്വലി എനിക്ക് സ്ലീപ്പിൻ്റെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റായി എന്നല്ലാതെ അതിനുശേഷമാണ് ഈ ഫാസ്റ്റിങ്ങിലേക്ക് വരുന്നത്. ഫാസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ആക്ച്വലി എന്നെ സംബന്ധിച്ചോളം എൻ്റെ ബോഡി വെയിറ്റ് ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു ആളുകൾ 30 വയസ്സ് 35 വയസ്സെന്നൊക്കെ പറയുള്ളൂ. പിന്നെ എനിക്കൊരു 10 വയസ്സ് ഒരു കുറഞ്ഞൊരു ഫീലിംഗ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഫാസ്റ്റിങ് നമ്മൾ സ്പിരിച്വൽ ആസ്പെക്റ്റുകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ഫാസ്റ്റിങ്ങിൻ്റെ. അതിലപ്പുറം ഇതിൻ്റെ ഒരു ബോഡിയിൽ നടക്കുന്ന ബയോളജിക്കലായി നടക്കുന്ന കുറേ നമ്മുടെ മെറ്റബോളിസം റിലേറ്റ് ചെയ്തുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റി. പണ്ടൊക്കെ നമുക്ക് ഒരു ഫാസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ക്ഷീണം എന്നുള്ള പരിപാടി, ക്ഷീണം ഉണ്ടാവും. നോമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക, ആകെ ടയേർഡാകാം. അതിനൊക്കെ വളരെ മാറ്റം ഉണ്ടായി. നമുക്കൊന്നുകൂടെ കൃത്യമായിട്ട് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും എൻ്റെ ബോഡി പാരാമീറ്റേഴ്സ് ഒക്കെ നോക്കുന്ന സമയത്തൊക്കെ എല്ലാ ഏരിയയും വളരെ വളരെ മോശമായിരുന്നു. വളരെ മോശമായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ അടുത്ത് പോയിട്ട് എൻ്റെ ഒരു റിസൾട്ട് എടുത്ത സമയത്ത് അവരെന്നോട് വീണ്ടും ചോദിക്കും. അവരെന്നോട് തിരിച്ച് വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, നിങ്ങൾ മുമ്പത്തെ റിസൾട്ട് എങ്ങനെയാണ്, നിങ്ങൾ ഏതെങ്കിലും ഡയറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഞാനൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു മുമ്പുള്ള ഏതെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ബോഡിയിൽ നല്ല ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും സ്പിരിച്വലായിട്ടും അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും നല്ല ചേഞ്ച് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. മാഷാഅല്ലാഹ്, താങ്ക് യു സോ മച്ച് അബിദ്. സൂപ്പർ. ഓക്കെ, താങ്ക് യു. റഫീഖാണ്. യെസ്, റഫീഖ് ഭായ് പറയൂ. ഞാന് ഈ ഫാസ്റ്റിംഗ് ഫോർ എനർജി എന്നുള്ള പരിപാടി ആദ്യം ഹാക്ക് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് വിട്ടിട്ട് കുറെ നാളുകൾക്ക് ശേഷം ഫാസ്റ്റിംഗ് ഫോർ എനർജി എന്ന് പറഞ്ഞ പരിപാടിയിലാണ് വീണ്ടും കയറുന്നത്. അങ്ങനെയാണ് വീണ്ടും മാറൂഫിന്റെ ഇതിൽ എത്തിപ്പെടുന്നത്. പക്ഷെ പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ശരീരം എന്ന് പറഞ്ഞാല് ആദ്യം ഒരു 82 കിലോ ആവും, പിന്നെ ഡയറ്റ് ചെയ്യും, പിന്നെ ഒരു 75 വരും, പിന്നെ വീണ്ടും 80 പോവും, പിന്നെ 75 വരും. ആ ഒരു മോഡലിൽ നമുക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഈ ഫാസ്റ്റിംഗ് എനർജി പഠിച്ചതിന് ശേഷം എന്റെ വെയിറ്റ് 73 മുകളിലേക്ക് പോകുന്നില്ല. ഈ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു ലൈഫ് സ്റ്റൈലാണ് നമ്മളെ. ഇപ്പൊ നോമ്പ് വന്നു കഴിഞ്ഞാൽ അതൊരു വിഷയമേ അല്ല നമുക്ക്. മഗ്‌രിബിന് മുമ്പ്, നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ജിമ്മിന് വരെ പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത്രയും വളരെ ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം എന്ന് പറയാം. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ പ്രോഗ്രാം. ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഫാസ്റ്റിംഗ് ഫോർ എനർജി. ഫാസ്റ്റിങ്ങിന്റെ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ദൈവം ഇതിനെ നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്? ഒരു ഹൈറൂമത്ത് ഉത്തമ സമുദായത്തിനെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഹെൽത്തിയർ കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാസ്റ്റിംഗ് വെച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. താങ്ക് യു. വെരി ഗുഡ്. റീസെന്റ് എത്ര ദിവസം ഫാസ്റ്റ് ചെയ്ത് പറഞ്ഞു അവിടെ പറയാൻ പറ്റുമോ?
വാട്ടർ ഫാസ്റ്റിംഗ് എത്ര ദിവസം ചെയ്തു? ഞാന് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡെയിലി കണ്ടിന്യൂസ് ആണ്. യെസ്. പിന്നെ അതിന് കുറച്ചാൾ മുമ്പ് ഞാൻ 72 hours കണ്ടിന്യൂസ് ഫാസ്റ്റ് ചെയ്തിട്ടുണ്ട്. 72 hours, ഗ്രേറ്റ്. 3 days. 3 days. 3 days ഫാസ്റ്റിംഗ്. വെള്ളം 3 കുടിച്ചിട്ട്. days ഓക്കെ, fasting. സൂപ്പർ. Thank you. Thank you. യെസ്, താങ്ക് യു സോ മച്ച്. എനിവൺ എൽസ്? യെസ്, സാദിഖ് ഭായ് അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, ഞാന് ഈ ഒരു പ്രോട്ടോക്കോള് എടുക്കാൻ തുടങ്ങിയപ്പോൾ അതിനു മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ രാവിലെ എണീക്കുന്നത് വലിയ ക്ഷീണത്തോടു കൂടിയായിരിക്കും. ഒരു തരം എന്താ പറയുക, ഒരു ലെത്താർജിക് മൂഡിലാണ് ഉണ്ടാകുക. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഉച്ച ആകുമ്പോഴത്തേക്ക്, ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുടെ എനർജിയും ഒന്നുകൂടി കുറഞ്ഞു. എനിക്ക് അത്യാവശ്യം വായിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ചെറുപ്പം മുതലേ വായന ശീലമായിട്ടുള്ള ഒരാളാണ്. ഞാനതിലൊരു പ്രധാന ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു 2 വരിയൊക്കെ വായിക്കുമ്പോഴത്തേക്ക് തന്നെ ഉറങ്ങിപ്പോവായിരുന്നു. അപ്പം ഏകദേശം 4 വർഷം മുമ്പ് 22-ലാണ് ഞാൻ മറുഫിന്റെ ഈ പ്രോട്ടോക്കോളിലേക്ക് വരുന്നത്. അപ്പം അതിനുശേഷം പുസ്തകം എൻ്റെ സമയം തീർന്നതിന് ശേഷം കയ്യിൽ നിന്ന് വെക്കുക എന്നുള്ളൊരു സാധനമാണ്. ഇപ്പോൾ എത്ര വേണമെങ്കിലും വായിക്കാം. രാവിലെ എണീക്കുന്നത് നല്ല എനർജിയോട് കൂടിയാണ്. ഈ ഒരു ഡിപ്പ് ഉണ്ടല്ലോ, ഉച്ചയാകുമ്പോഴത്തേക്കുള്ള ആ ഒരു ഡിപ്പ് ഇല്ല. ഉച്ചയ്ക്ക് ശേഷവും നമുക്ക് രാവിലത്തെ അതേ എനർജി കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഞാൻ മിക്കവാറും വൈകുന്നേരം ഒരു 6 മണി, മാക്സിമം 7 മണിക്ക് മുമ്പായിട്ട് ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഉച്ചക്ക് ഒരു 12-12:30 ആ ഒരു സമയത്താണ് എൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒന്നും കഴിക്കുന്നില്ല, ഒരു കോഫി മാത്രമാണ് കുടിക്കുന്നത്. അപ്പം ഈ ഒരു പ്രോട്ടോക്കോളിൽ വന്നതിന് ശേഷം നമ്മുടെ ലൈഫ് അതിനു മുമ്പ് അതിന് ശേഷം എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഒരു ലൈഫിന്റെ ഒരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് എല്ലാ അർത്ഥത്തിലും. നമ്മുടെ ഉറക്കമായിക്കോട്ടെ, ഇനി നമ്മുടെ ഒരു ലക്ഷ്യങ്ങൾ നേടാനുള്ള നമ്മുടെ ഒരു നിശ്ചയദാർഢ്യവും അതിന് പണിയെടുക്കാനുള്ള ഒരു എനർജിയും, അങ്ങനെ ഒരു മൊത്തത്തിലൊരു യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് എന്നെല്ലാം പറഞ്ഞാൽ മുമ്പ് നമുക്കൊരു സാക്രിഫൈസ് ആയിട്ടാണ് മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നത്. പക്ഷെ ഇതൊരു ഷിഫ്റ്റാണ് യഥാർത്ഥത്തിൽ. ഐ തിങ്ക് വി ആർ ഷിഫ്റ്റിംഗ് ബാക്ക് ടു അവർ ഒറിജിനൽ ബീയിങ് എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ, ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു തരം ലിബറേഷനാണ്. നേരത്തെ ഒരു തരമല്ല, യഥാർത്ഥത്തിൽ ഒരു ലിബറേഷനാണ്. കാരണം ഒരു ദിവസത്തിൽ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബേജാറുണ്ടാകുന്നത് രാവിലെ എന്ത് കഴിക്കും, ഉച്ചക്ക് എന്ത് കഴിക്കും, വൈകുന്നേരം എന്ത് കഴിക്കും. അപ്പം ഈ ഒരു ഹങ്കറിൽ നിന്നും ഫുഡിൽ നിന്നിന്റെയും അടിമത്തത്തിൽ നിന്നുള്ള ഒരു മോചനാണ് യഥാർത്ഥത്തിൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ഫുഡ് എന്ന് പറയുന്നതിന് ഒരു നല്ല ഫ്യൂവല്, നമ്മൾ പെട്രോൾ അടിക്കാൻ പോയാൽ ഏറ്റവും നല്ല ഫ്യൂവൽ അടിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പം അതുപോലെ നല്ലൊരു ഫ്യൂവല് കിട്ടാനുള്ള ഒരു സാധനമായിട്ടാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ലൈഫ് കംപ്ലീറ്റ്, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ആളുടെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇടയ്ക്കൊന്ന്, എനിക്ക് ചെറിയ നെറ്റ് ഇഷ്യൂ ഉണ്ട്. പിന്നെ അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു 10-20 വയസ്സ് നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ പറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു വിസിബിൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. താങ്ക് യു. യെസ്, താങ്ക് യു സോ മച്ച്. എനിവൺ എൽസ്? ഷംഷീർ? യെസ്, യെസ് പ്ലീസ്. ഞാൻ ജോനാ ഉത്തരേറ്റായി, സോറി. പിന്നെ എന്റെ ഫാസ്റ്റിംഗ് എനർജി ഈ എല്ലാ ജേണി എന്ന് പറഞ്ഞത്, ഞാൻ ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ ഞാൻ ഭയങ്കര സിക്കായിരുന്നു. അതായത് ഫാസ്റ്റിംഗ് എടുക്കാൻ എനിക്ക് ചായ നിർബന്ധമായിരുന്നു. ചായ കുടിച്ചാൽ മാത്രമേ എനിക്ക് പിന്നെ ഒരു തലവേദനയൊക്കെ മാറുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഭയങ്കര ഒരു ഉച്ചയാകുമ്പോൾ തന്നെ എന്റെ എനർജി കംപ്ലീറ്റ് ഡൗൺ ആവും. എനിക്ക് കുറച്ചു നേരം ഉറങ്ങണം. ഉച്ചക്ക് ഉറങ്ങിയിട്ട് പിന്നെ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നാലും എനിക്ക് ഉണർച്ച കിട്ടും. എന്നാൽ രാത്രി പള്ളിയിൽ തറാവിക്കൊക്കെ പോകണമെങ്കിലെല്ലാം ഈ ഒരു ഉറക്കം എനിക്ക് മസ്റ്റായിരുന്നു. അത്രയും ഒരു ഹെൽത്ത് പരമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫാസ്റ്റിംഗ് എനർജി ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് കയറിയത്. അങ്ങനെ കയറി ബട്ടർ കോഫിനെ കുറിച്ച് പരിചയപ്പെട്ടു, ബട്ടർ കോഫി കഴിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാല് പിന്നെ ഞാനിങ്ങനെ ഒരു 1, 2, 3, 4 നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കര എനർജി. ഉച്ചയായതിനു ശേഷം ഉറക്കിന്റെ പ്രശ്നമില്ല. മൊത്തത്തിലാകെ മൊത്തമായിട്ടൊന്ന് മാറി. അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു, ഇനിയിപ്പോ എക്സസൈസ് ആകുമ്പോൾ 4 മണിയാകുമ്പോ എനിക്ക് എക്സസൈസും കൂടി ചെയ്യലായി. അല്ലെങ്കിൽ കൂടി മൊത്തത്തിൽ നോക്കുമ്പോൾ കംപ്ലീറ്റ് ഷിഫ്റ്റ് ആയി. ആ ഒരു നോമ്പ്, കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഞാൻ ജോയിൻ ചെയ്തത്. നോമ്പ് ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു.
അപ്പൊ ഞാൻ എന്റെ വൈഫിനും കൂടി പറഞ്ഞു കൊടുത്ത വൈഫും കൂടി അത് ജോയിൻ ആയി. അപ്പൊ വൈഫും പറഞ്ഞു, ആഹാ ഇതെല്ലാം സുഖമുണ്ടല്ലോ, നോമ്പിന്റെ ഒരു ക്ഷീണവും ഇല്ല, നമുക്ക് നമ്മളെ ഫുൾ എനർജിയിൽ തുറക്കുന്ന സമയം വരെ നമുക്ക് നിൽക്കാൻ പറ്റി എന്നുള്ള ഒരു ഭയങ്കര ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയായിരുന്നു ആ നോമ്പ്. നല്ല എനർജറ്റിക് ആയിട്ട് നോമ്പ് പറ്റും. അത് മാത്രമല്ല, നോമ്പ് കഴിയുമ്പോഴേക്ക് ഞാനൊരു 5 കിലോ ഒക്കെ കുറഞ്ഞു, അറിയാണ്ട് കുറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, നല്ല സാധാരണ എത്ര കഷ്ടപ്പെട്ടാലും കുറയാത്ത ഞാന് ഒരു സിമ്പിൾ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബോഡിക്ക് നല്ല മാറ്റം, മൈൻഡിന് നല്ല ക്ലാരിറ്റി, നല്ല ഉന്മേഷം. പിന്നെ അങ്ങോട്ടുള്ള ജേർണികൾ കൂടെ ആയതുകൊണ്ട് പിന്നെ കോഫി അല്ല, ചായ കുടിക്കുന്ന സംഭവം എന്നോട് മറന്നുപോയി. ചായ കുടിക്കലേ ഇല്ല ശരിക്കും പറഞ്ഞാൽ. ചായ കാണുമ്പോ ഒരു എന്ത് ചായ, ആ ബട്ടർ കോഫി രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ മാത്രമല്ല ലൈഫിൽ ഭയങ്കര എനർജിയും ഒരു നല്ല ക്ലാരിറ്റിയും അങ്ങനെ ഉണ്ടല്ലോ, മൊത്തമായിട്ട് മാറി. താങ്ക് യു സോ മച്ച്. ഫാസ്റ്റിംഗ് എനർജി ശരിക്കും നമ്മളെ ലൈഫിൽ നല്ല. പിന്നെ അത് കൂടാണ്ട് എപ്പോഴും വിശക്കുന്ന ആളാണ് ഞാൻ. എന്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു 4-4:30 ടൈമൊക്കെ ഭക്ഷണം കഴിക്കും. രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ നടുവിൽ ഒരു ഇന്ന്, പിന്നെ ഉച്ചക്ക് ലഞ്ച്, പിന്നെ ഒരു ചായ, ഇങ്ങനെയൊക്കെയായിരുന്നു എന്റെ. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും 24 മണിക്കൂർ 36 മണിക്കൂറൊക്കെ ഫാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. പക്ഷെ ഈ ഫാസ്റ്റിംഗ് എനർജി ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റ ദിവസമാണ് 24 hours ഫാസ്റ്റ് ചെയ്യാൻ പറ്റി. 2 ബട്ടർ കോഫിയും പിന്നെ ഇടയ്ക്ക് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് കറക്റ്റ് 24 hours. ഇറ്റ് വാസ് അമേസിങ്. അതൊരു ക്ഷീണമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കൂളായിട്ട് അത് ചെയ്യാൻ പറ്റി. പിന്നെ അതിന് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ അത് ഈ ഒരു ഫാസ്റ്റിംഗ് എനർജിയും കൂടി അതേപോലെ ഫുൾ എനർജറ്റിക് ആയിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നു ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്. ഗ്രേറ്റ്, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഗ്രൂപ്പിൽ സജീവ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഉപ്പരോട് ഉണ്ടോ അറിയില്ല. ഉപ്പരെ ഫ്രണ്ട് ചോദിച്ചത് ലാസ്റ്റ് റമദാനില്, അല്ലെങ്കിൽ എനക്ക് നോമ്പൊന്നും ഇല്ല, എനക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ എന്നെ കണ്ടിട്ട് എന്നാണ് ചോദിച്ചതെന്നാണ് പറഞ്ഞത്. സോ ഇനി നമുക്ക് നമ്മുടെ സെഷനിലോട്ട് മൂവ് ചെയ്യാം. യെസ്, നമ്മളിന്ന് എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. പക്ഷെ എന്താണ് നമ്മളിന്ന് കവർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എൻ്റയർ ഫാസ്റ്റിംഗ് ഫോർ എനർജിയിൽ എന്താണ് കവർ ചെയ്യുക? ഇത് ടോട്ടലി 4 സെഷൻ ആയിരിക്കും. റമദാന്റെ മുമ്പ് 2 സെഷനും, അതായത് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും ഇതിന്റെ ഓറിയന്റേഷന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആയിരിക്കും. അതിനുശേഷം റമദാന്റെ ഇൻബിറ്റ്വീൻ ഒരു സെഷൻ ഉണ്ടാവും. അതിന് പിന്നെ നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ലൈഫിന്റെ ഒരു ഭാഗമാക്കുക എന്നുള്ളത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പല്ല് തേക്കുന്നത് എത്രത്തോളം എഫേർട്ട്ലെസ് ആണോ അത്രത്തോളം എഫേർട്ട്ലെസ് ആകും ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫാസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കും, അതുപോലെ തന്നെ അത് നമ്മൾ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ യങ് മേക്കർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട്. ഇത് നമ്മളുടെ ഒരു പ്രോട്ടോകോൾ ആണ്. അതായത് ആക്ച്വലി ഇതൊരു ഹാക്കാണ്. ആക്ച്വലി നമ്മൾ ഫാസ്റ്റ് ചെയ്യൂല, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പക്ഷേ നമ്മളെ ബോഡി വിചാരിക്കും നമ്മൾ ഫാസ്റ്റിംഗിലാണെന്ന്. എന്നിട്ട് ബോഡി എന്ത് ചെയ്യും? ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി എന്തൊക്കെ റിപ്പയർ നടത്തോ അതൊക്കെ നിങ്ങളെ ബോഡി ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ യങ് മേക്കർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബയോ ഹാക്ക്, ഒരു ടൂളാണ് നമ്മൾ ഉപയോഗിക്കുക. ആക്ച്വലി വി ഡോണ്ട് ഫാസ്റ്റ്, അതായത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യൊന്നും ചെയ്യില്ല, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പക്ഷേ നമ്മൾ ഒരു ചെറിയ ടീക്ക് നടത്തുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു വിൽ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്, പക്ഷെ നിങ്ങൾ ടിപ്പിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് ആവില്ല എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ഇപ്പൊ ലാസ്റ്റ് ഇയർ ഒക്കെ ഒരുപാട് ആളുകൾ ഡയബറ്റീസ് മരുന്ന് വർഷങ്ങളോളം കുടിച്ചിരുന്ന ആളുകളൊക്കെ ലാസ്റ്റ് ഇയർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു, ഭയങ്കരമായിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. ഇവിടെ ചിലപ്പോൾ മൊയ്തീൻക്കൊക്കെ ഉണ്ടാവും, അദ്ദേഹം ഒരു 5-6 ആൾക്കാരെ അവരെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്താൽ സഹായിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു സിംറ്റം ആണ് ഡയബറ്റീസ്, അതിന്റെ ഒരു സിംറ്റം ആണ് ഫാറ്റി ലിവർ, അതിന്റെ ഒരു സിംറ്റം ആണ് ഒബീസിറ്റി, അതിന്റെ ഒരു സിംറ്റം ആണ് യൂറിക് ആസിഡ്. ഇതിന് മൊത്തം നമുക്ക് റിവേഴ്സ് ചെയ്യാൻ എങ്ങനെയാന്നുള്ളത് ഈ ഫാസ്റ്റിങ്ങിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മെറ്റബോളിക് ഫ്ലെക്സിബിലിറ്റി, നമ്മളുടെ ബോഡി ഒരു ഹൈബ്രിഡ് കാർ പോലെയാണ്. ഇപ്പൊ പുതിയ കാറുകൾ നോക്കിക്കഴിഞ്ഞാൽ ബാറ്ററി ഹൈബ്രിഡ് കാറുകളുണ്ട്. ആക്സിലേറ്റർ തൊട്ട് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഫ്ലൈറ്റിന് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെ വണ്ടി പോവുക, അത്രക്ക് പവർഫുൾ ആണ്. ഇതുപോലെ തന്നെ നമ്മളെ ബോഡിക്കും പെട്രോളും ബാറ്ററിന്നും എന്ത് ചെയ്യാൻ പറ്റും? എനർജി എടുക്കാൻ പറ്റുന്നത് പോലെ നമുക്കും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈ ഫ്ലെക്സിബിലിറ്റിയുടെ ഗിയർ ഡാമേജ് ആയി കിടക്കുകയാണ്. നമ്മൾ ആ ഗിയർ ഈ 30 ഡേയ്സിന്റെ ഉള്ളിൽ അത് ഫിക്സ് ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഫാസ്റ്റിംഗ് ഒരുപാട് അസുഖങ്ങളെ ഹീൽ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുക? ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, നിങ്ങൾ ആർക്കും പൈസ കൊടുക്കേണ്ടതില്ല. ഓക്കെ, നിങ്ങളുടെ ടൈം സേവ് ചെയ്യാം, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് സ്പെൻഡ് ചെയ്യുന്ന പൈസ സേവ് ചെയ്യാം. സാദിഖ് ഭായി പറഞ്ഞ പോലെ തന്നെ എക്സ്പെർട്ടുകൾ പറയുന്നത് നമ്മളുടെ ഒരു 80 to 90% ചിന്ത എന്ന് പറയുന്നത് അടുത്തത് എന്ത് കഴിക്കും, നാളെ രാവിലെ എന്ത് കഴിക്കും, ഉച്ചക്ക് എന്ത് കഴിക്കും, ഈവനിങ് എന്ത് കഴിക്കും എന്നുള്ള ചിന്തയാണ്
അപ്പൊ രാവിലത്തെ നിങ്ങളുടെ വിൽ പവറിനെ നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിലോ കൊണ്ടുപോയിട്ട് ഇടാൻ പറ്റും. ബിക്കോസ് വി ആർ ബിൽഡിങ് എ സിസ്റ്റം ഫോർ ദാറ്റ്. അപ്പോൾ ഫാസ്റ്റിംഗ് നിങ്ങൾക്ക് ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ടിപ്പിക്കലി നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഡയബറ്റീസ്, ഫാറ്റി ലിവർ, ഒബീസിറ്റി, അതുപോലെ തന്നെ ഇപ്പൊ കൂർക്കം വലിക്കുന്നതാണെങ്കിൽ ഫാറ്റി ടങ്ക് ഉണ്ടാകും, അല്ലെങ്കിൽ ഫാറ്റി പാങ്ക്രിയാസ് ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് യൂറിക് ആസിഡ് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഹൈ ട്രൈഗ്ലിസറൈഡ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ 800ഉം 900 ഒക്കെ ട്രൈഗ്ലിസറൈഡ് ആളുകളുണ്ട്. സോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഗുളികയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ആൻഡ് ബിഫോർ വി സ്റ്റാർട്ട്, നിങ്ങളുടെ നോട്ടിൽ നോട്ട് പാഡ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഒരു പേപ്പർ ഉണ്ടാവും. അവിടെ നിങ്ങൾ എഴുതേണ്ടത്, നിങ്ങൾ ഫാസ്റ്റിംഗ് ഫോർ എനർജി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ വന്നത്? ഇപ്പൊ ഷംഷീർ സാദിഖ് ഭായി പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഇത്ര നേരം ഫാസ്റ്റ് ചെയ്യുക, 4-5 നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ എങ്ങനെ ഫാസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ 3-1 ഭക്ഷണം കഴിക്കുക, എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ എപ്പോഴും വിശന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഫാസ്റ്റിംഗ് ഒരു എന്താണ്, പട്ടിണി കിടക്കലാണ്, അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റില്ല, ഇതൊരു ഇടങ്ങേറ് പിടിച്ച പരിപാടിയാണ്, അല്ലെങ്കിൽ ഇത് ഹെൽത്തി അല്ല. ഒരുപാട് ആളുകൾ ഫാസ്റ്റിംഗ് ഹെൽത്തി അല്ല, ഇത് സയന്റിഫിക് അല്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗർ ഡൗൺ ആവും, നിങ്ങൾ മരിച്ചു പോകും, നിങ്ങളെ മസിൽ നഷ്ടപ്പെടും, നിങ്ങളെ വെള്ളം നഷ്ടപ്പെടും, ഓക്കെ, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ, അതായത് ഇതൊരു റിലീജിയസ്ലി ഇത് ഫറലാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക. കാരണം ഇത് കഴിഞ്ഞിട്ട്, ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ തോട്ടാണ് ഫാസ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഉള്ളത് എന്നുള്ളത് ഒരു 2-3 എന്ത് ചെയ്യുക, ഒന്ന് എഴുതി വെക്കുക. അതിൽ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര പട്ടിണി കിടക്കലാണ്, ഓക്കെ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഇടങ്ങാറാണ്, നമുക്ക് ഇഷ്ടമുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകും, ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് മീൽ അല്ലേ, എന്നൊക്കെയുള്ള കുറെ സാധനങ്ങളുണ്ടാവും. മസിൽ നഷ്ടപ്പെടും, വെള്ളം നഷ്ടപ്പെടും, ഡയബറ്റീസിലുള്ള ആൾക്കാർക്ക് ഫാറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് നോട്ട് ചെയ്യാം. ഇനി നമ്മളെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ നമ്മളുടെ ഹാക്ക് യുവർ മൈൻഡിലും മറ്റ് പ്രോഗ്രാമിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ചെറിയ ത്രെഡ് ഉണ്ട്. ഇതിനെ വിളിക്കുന്ന പേരാണ് കൾച്ചർസ്കേപ്പ് എന്ന് പറയും. കൾച്ചർസ്കേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് വേൾഡിലാണ് ജീവിക്കുന്നതെന്ന് പറയാം. അതായത് ഒന്ന് അബ്സല്യൂട്ട് ട്രൂത്തിന്റെയും ഒന്ന് റിലേറ്റീവ് ട്രൂത്തിന്റെയും. അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സൂം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇന്റർനെറ്റിന്റെ സഹായത്തോടെയാണ് ഞാൻ ഇത് പ്രസന്റ് ചെയ്യുന്നത്. എന്റെ കയ്യിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഓക്കെ, ഇവിടെ സ്പീക്കർ ഉണ്ട്, ഇവിടെ വേറൊരു ക്യാമറ ഉണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇതൊക്കെ എന്താണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അതേസമയം ഇപ്പൊ അറ്റ്ലീസ്റ്റ് പഴയ ആളുകൾക്ക് ഓക്കെ ആയിരിക്കും, പുതിയ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. 3 ദിവസം റഫീഖ് ഭായി ഭക്ഷണം കഴിക്കാതെ പോയിന്ന, ഹൗ ഇറ്റ് ഈസ് പോസിബിൾ എന്നൊരു പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ മൈൻഡിലുള്ള ചില ഓൾഡ് വിശ്വാസങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഓൾഡ് നമ്മൾ ജനറേഷനായിട്ട് ട്രാൻസ്ഫർ ചെയ്തത്. ഫോർ എക്സാമ്പിൾ, മഴ കൊണ്ടാൽ പനി വരും, ഇതൊരു വിശ്വാസമാണ്. റിയലി മഴ കൊണ്ടാൽ പനിയൊന്നും വരില്ല. അല്ലെങ്കിൽ കൊളസ്ട്രോള് നമ്മൾക്ക് ഹാർട്ട് അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യും. കൊളസ്ട്രോൾ മാസ്റ്റർ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്താണ്. എല്ലാ പ്രോഗ്രാമും നമ്മൾ ഈ മിത്തിനെ ബേസ്റ്റ് ചെയ്യാണ് ചെയ്യുക. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ അന്ധവിശ്വാസങ്ങളെയും നമ്മൾ ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്രോഗ്രാം ചെയ്യുക. അപ്പൊ കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, അതല്ലെങ്കിൽ തടി കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലീൻ ആയി കഴിഞ്ഞാൽ എന്താ രോഗം വന്നു, ഒബീസ് ആയിട്ടുള്ള ചബ്ബി ഫേസും ഭയങ്കര തടിയുള്ള ആൾ. ഇപ്പൊ ഗൾഫിൽ നിന്ന് പോയിട്ട് നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടുകാർ പറയും എന്ത് തടി കുറഞ്ഞല്ലോ, നാട്ടിൽ പറയും എന്ത് തടി കുറഞ്ഞല്ലോ. അപ്പൊ എന്താണ്, തടിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു പഴയ കൾച്ചർസ്കേപ്പ്. അതായത് നമ്മുടെ മിത്ത് എന്ന് പറയുന്നത് റിലേറ്റീവ് ട്രൂത്ത് ആണ്. അത് എല്ലാവർക്കും സത്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ യങ് മേക്കറിലെ ഓരോ മെമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് ചബ്ബി ഫേസ് വന്നു കഴിഞ്ഞാൽ, അവർക്ക് കുടവയർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അറിയാം അവർ ഡയബറ്റീസിലോട്ടോ ഫാറ്റി ലിവറിലോട്ടോ ഇൻസുലിനോ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ റിലേറ്റീവ് ട്രൂത്തിനെ ഞാൻ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എന്നിട്ട് നിങ്ങളെ ഞാൻ അബ്സല്യൂട്ട് ട്രൂത്തിലോട്ട് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന പല കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങൾക്ക് ഫസ്റ്റ് കേൾക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുക, ഇതിന്റെ റെക്കോർഡിങ് ഞാൻ തരും. അപ്പൊ നിങ്ങൾ ഒന്നുകൂടി കാണുക, ഒന്നും കൂടി കേൾക്കുക, നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ഗ്രൂപ്പിൽ ചോദിക്കുക, എല്ലാത്തിനും ഞാൻ ഉത്തരം തരും. ഓക്കെ, അപ്പോ ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന പല കാര്യങ്ങളും ടിപ്പിക്കലി പറയുകയാണെങ്കിൽ ഡയബറ്റീസ് മാറ്റാൻ പറ്റില്ല. നമ്മുടെ ഗ്രൂപ്പിൽ ഞാനൊരു ഡയബറ്റീസ് മാറ്റിയതാണ്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ ഡയബറ്റീസ് മാറ്റിയ ആൾക്കാരുണ്ട്, ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്ത ആൾക്കാരുണ്ട്. വിത്തൗട്ട് മരുന്നാണ് ഞാൻ പറയുന്നത്, വിത്തൗട്ട് മെഡിക്കേഷൻ. ട്രൈഗ്ലിസറൈഡ് ലെവൽ 900-1000 ഒക്കെ ഉള്ള ആൾക്കാർ വിത്തിൻ ഫ്യൂ ഡേയ്സ് കൊണ്ട് അത് 100-200 അടിയിൽ കൊണ്ടുവരും. സോ ഇത് പോസിബിൾ ആണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് അതിന് പറയുന്നത്. ഇത് പോസിബിൾ അല്ല എന്ന് നിങ്ങളെ മൈൻഡ് വിശ്വസിക്കും. മൈൻഡ് നിങ്ങളോട് പറയും കുറച്ച് കഴിഞ്ഞാൽ മാറൂഫിന് ഭ്രാന്താണെന്നൊക്കെ നിങ്ങളെ മൈൻഡ് പറയും. അതെന്താ വെച്ച് കഴിഞ്ഞാല്
അത് വരുന്നത് ഈ റിലേറ്റീവ് ട്രൂത്തിന്റെ അണ്ടർന്നാണ്. ക്ലിയർ? യെസ്. ഇനി നിങ്ങളുടെ വേൾഡ്, നിങ്ങളുടെ ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളൊരു 5 ഫ്രണ്ട്സിനെ കാണിച്ചു തരൂ, നിങ്ങൾ എവിടെ പോകും, നിങ്ങൾ എവിടെ എത്തും, ഞാൻ കാണിച്ചു തരാന്ന് പറയും. അപ്പോ നമ്മളുടെ വേൾഡ് ശരിക്ക് ഷെയ്പ്പ് ചെയ്യുന്നത് നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്. ബയോ ഹാക്കിങ്ങിന്റെ ഡെഫിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്റേണൽ എൻവറോൺമെന്റ്, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫീലിങ്സ്, ഇതൊക്കെ വിശ്വാസങ്ങള്, ഇതും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാട്. നമ്മൾ ആരോടെ കൂടെയാണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്? നിങ്ങൾ എല്ലാ വീക്കിലും ആരുടെ പ്രോഗ്രാമാണ് അറ്റൻഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ, ഹെൽത്തുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയുമായി ബന്ധപ്പെട്ടോ എന്ത് കാര്യങ്ങളിലാണ് നിങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത്? അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ചില ആളുകൾ പറയും, നമ്മൾ ഇരവാദം ഉന്നയിക്കാറുണ്ട്. നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു ഇരവാദം. അതായത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദൈവം എന്നെ പരീക്ഷിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരവാദം ഉന്നയിക്കുന്ന ആളുകളുണ്ട്. ഇരവാദം അല്ല സൊല്യൂഷൻ. നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ച്വലി നമ്മളുടെ ചുറ്റുപാടിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇന്റേണൽ പ്രോഗ്രാമിൽ നിന്നുമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്റേണൽ പ്രോഗ്രാം ഈസ് മോർ പവർഫുൾ ദാൻ ചില എക്സ്റ്റേണൽ ആക്ടിവിറ്റി. അതായത് സൈക്കോ സൈബർനെറ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളെ വിശ്വാസങ്ങൾ, നമ്മളെ ഇന്റേണൽ ബിലീഫുകൾ, നമ്മളെ ബിഹേവിയറുകളാണ് എക്സ്റ്റേണൽ റിയാലിറ്റിയിലെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് സൈക്കോ സൈബർനെറ്റിക്സ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് ഇതിന്റെ സയൻസ് പറയണത്? ഇപ്പൊ വളരെ പറയും, മാറൂഫേ എടാ എനിക്ക് ഇത് പഠിക്കാനൊന്നും സമയമല്ല, ഞാൻ വളരെ ബിസിയാണ്, നീ എനിക്ക് എന്ത് പറഞ്ഞോണ്ടാ, നീ എന്താ ചെയ്യേണ്ടത് പറഞ്ഞോണ്ടാ, രാവിലെ ചെയ്യാം, ഉച്ചക്ക് ചെയ്യാം, വൈകുന്നേരം ചെയ്യാം. ഇങ്ങനെ ചെയ്താലും ഈ പ്രോഗ്രാം വർക്കാവും. പക്ഷെ യങ് മേക്കർ കമ്മ്യൂണിറ്റിയുടെ ഒരു വിഷൻ അല്ലെങ്കിൽ ഒരു മിഷൻ എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന റിസൾട്ട് 1 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെ? 10 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട റിസൾട്ട് 1 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഗോൾ. അതാണ് നമ്മളെ ഗോളെങ്കിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോ നിങ്ങൾ ഇത് ഫാസ്റ്റിങ്ങിന്റെ സയൻസ് മനസ്സിലാക്കി ഫാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ 10x സ്പീഡിലായിരിക്കും നിങ്ങളുടെ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുക. 10x. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ സയൻസ് ആദ്യം പറയുന്നത്, എന്നിട്ടാണ് നമ്മൾ റമദാനിലോട്ട് എൻട്രി ചെയ്യുക. ബിക്കോസ് വി വിൽ ബി പ്രിപ്പയറിംഗ് ടു എൻറ്റർ ടു ദ റമദാൻ. ഫാസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ 2 വീക്ക് മുമ്പ് തന്നെ നമ്മൾ റെഡി ആവാണ്. യെസ്, കമോൺ, യെസ് റമദാൻ പറ്റേ, ഞാൻ ഈ റമദാൻ എന്താക്കും, സൂപ്പർ ആക്കും എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ബിക്കോസ് അത് എത്തുമ്പോഴേക്കും നിങ്ങളുടെ എൻറ്റയർ ബിലീഫ് സിസ്റ്റം, നിങ്ങളുടെ ഉള്ളിലുള്ള പല റോങ് പ്രോഗ്രാമുകൾ, ഇതെല്ലാം നമ്മൾ റീവയർ ചെയ്തിട്ടുണ്ടാവും. ഈ മൈൻഡിന്റെ പ്രത്യേകത പറയാൻ ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഹാക്കർ മൈൻഡിലൊക്കെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അറ്റൻഡ് ചെയ്യാത്ത കുറെ ആളുകൾ ഒരു പക്ഷേ ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ വീണ്ടും പറയുന്നത്. അതിൽ ഒന്നാമത്തെ എക്സാമ്പിൾ ആണ് ഫിറ്റ് ഹോട്ടൽ മെയ്ഡ് സ്റ്റഡി എന്ന്. അതായത് സൈക്കോളജിസ്റ്റുകൾ നോട്ടീസ് ചെയ്തു, മിക്കവാറും ഹോട്ടൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ലേഡീസും ജെൻസും ഒക്കെ എന്താണ്, സിക്കാണ്, അവർ തടി, ഒബീസ് ഒക്കെ ഉണ്ട്, അവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവർ ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ജോലിയിൽ അവർ ഭയങ്കരമായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട്, പക്ഷെ സ്റ്റിൽ ദേ ആർ സിക്ക്. അപ്പൊ സൈക്കോളജിസ്റ്റുകൾ ഒരു ഫേക്ക് സ്റ്റഡി നടത്തി. അവർ റാൻഡം ആയിട്ട് ചില ഹോട്ടലുകൾ ചൂസ് ചെയ്യും. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവർ ഈ ഹോട്ടലുകളിൽ പോകും. എന്നിട്ട് അവർ പറയും, ഞങ്ങൾ മാനേജ്മെന്റിന്റെ ആൾക്കാരാണ്, അപ്പൊ നിങ്ങൾ ഇനി ഞങ്ങൾക്ക് പറഞ്ഞു തരണം, നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇത് പറഞ്ഞു തരാൻ തുടങ്ങും. അപ്പോ ഈ ഹോട്ടൽ മെയ്ഡ്സ് അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുത്തു. ഞങ്ങൾ ബെഡ്ഷീറ്റ് മാറ്റിയെടുത്തു, ഞങ്ങൾ വെള്ളം കൊണ്ടുവരുന്നു, ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നു, മോപ്പ് ചെയ്യുന്നു, ഓൾ ദീസ് തിങ്സ് ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഇത് പറഞ്ഞു കഴിയുമ്പോൾ സൈക്കോളജിസ്റ്റുകൾ പറയും, വൗ, ഫാന്റാസ്റ്റിക്, അമേസിംഗ്, ഡു യു നോ ഹൗ മച്ച് കലോറി യു ആർ ബേണിംഗ്? നിങ്ങളുടെ ജോലി ആക്ച്വലി ഒരു പവർഫുൾ എക്സസൈസ് ആണ്. യു ഗൈസ് മസ്റ്റ് ബി ഫിറ്റ് എന്ന് അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അവരറിയാതെ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ജോലി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്, നിങ്ങൾ ഒരുപാട് കലോറീസ് ബേൺ ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഫിറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്റ്റഡിയുടെ മുമ്പ് അവരുടെ ബ്ലഡ് മാർക്കേഴ്സ് ഒക്കെ നോക്കിയിരുന്നു. അവരെന്ത് ചെയ്ത് പോയി, ആഫ്റ്റർ ഫ്യൂ മന്ത്സ് ഇവർ തിരിച്ചു വന്നിട്ട് ഇവരെ വീണ്ടും ചെക്ക് ചെയ്ത സമയത്ത് കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞു, ബ്ലഡ് ഷുഗർ കുറഞ്ഞു, ഇവരെ ഓവറോൾ ഹെൽത്ത് ഇംപ്രൂവ് ആയി. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ സൈക്കോളജിസ്റ്റുകൾ അവരുടെ ഉള്ളിൽ ഒരു ന്യൂ ബിലീഫ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു, അവരെ മൈൻഡിൽ കയറ്റി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവരെ വർക്ക് എക്സസൈസ് ആണ്.
ഈ ബിലീഫ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. റിലീജിയസ് ബിലീഫ് സിസ്റ്റം ഇത് വ്യത്യാസമുണ്ട്. അതായത് അതിനെ നമ്മൾ ഫെയ്ത്ത് എന്നാണ് ആക്ച്വലി പറയാം. ഫെയ്ത്തും ബിലീഫും രണ്ടാണ്. അപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു എന്താണ് ഫെയ്ത്തും ബിലീഫും തമ്മിലെ വ്യത്യാസം. എനിബഡി സേ വാട്ട് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫെയ്ത്ത് ആൻഡ് ബിലീഫ്? ഫെയ്ത്തും ബിലീഫും തമ്മിൽ വ്യത്യാസം. കാരണം നമ്മൾ എല്ലാത്തിനും ബിലീഫ് എന്ന് പറയാം, അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയാം. എന്താണ് ഫെയ്ത്തും ബിലീഫും തമ്മിലെ വ്യത്യാസം? ഫെയ്ത്ത് റിലീജിയസ് ആണ്, ഓക്കെ, നമ്മളോട് പറയാം. അപ്പൊ ബിലീഫ് എന്താണ്? നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്ട് നമുക്ക് ബിലീഫായിട്ട് വരും. ഓക്കെ, ബിലീഫ് ഞാൻ പറയട്ടാ. യെസ്. ബിലീഫ് നമ്മൾ പിന്നെ ഫൈത്ത് നമ്മൾ കാണാത്തതിനെ വിശ്വസിക്കുന്നത്, ബിലീഫ് നമ്മൾ കണ്ടതിനെ വിശ്വസിക്കുന്നത്. യെസ്, വെരി ഗുഡ്. അതായത് ബിലീഫ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ചില പാസ്റ്റ് എക്സ്പീരിയൻസ് വേണം. അപ്പൊ ആബിദ് പറഞ്ഞത്, ഫോർ എക്സാമ്പിൾ ഞാൻ ഷംഷീറുമായിട്ട് ഒരു ട്രാൻസാക്ഷൻ നടത്തി. അപ്പൊ ഷംഷീർ നടത്തിയ ട്രാൻസാക്ഷനിൽ ഞാനും ഷംഷീറും എന്താണ്, കുഴപ്പമില്ല, ആള് കൊള്ളാം, ഇയാൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷംഷീറിൽ എന്തുണ്ടാവുക? ഒരു ബിലീഫാണ് ഉണ്ടാവുക, ഒരു ബിലീഫ്. അതേസമയം നമ്മൾ സെറ്റ് ചെയ്യാണ്, നമ്മൾ 100 ക്രോസ് സെറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? അത് ഫെയ്ത്ത് ആണ്. ബിക്കോസ് ദർ ഈസ് നോ 100 ക്രോസ് ദർ. അത് ഫെയ്ത്ത് ആണ്. അപ്പൊ ഫെയ്ത്തിന് എന്തില്ല? ഫെയ്ത്ത് ഒരു അൺസീൻ ആയ കാര്യത്തെ വിശ്വസിക്കുന്നതിനാണ് ഫെയ്ത്ത് എന്ന് വിളിക്കുക. അതായത് ഒരു സംഗതി ഇല്ല. സത്യവിശ്വാസികളുടെ ക്വാളിറ്റി പറഞ്ഞിട്ടുള്ളത് പീപ്പിൾ ഹു ബിലീവ് ഇൻ അൺസീൻ എന്നാണ്. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്ത, സ്പർശിക്കാൻ കഴിയാത്ത ഒരു സാധനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോ ഇൻ ഷോർട്ട്, ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു തോട്ടിനെ വിത്തൗട്ട് പ്രൂഫ് നമ്മൾ വിശ്വസിക്കുന്നതിനെയാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ചില സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട് എല്ലാ വിശ്വാസങ്ങളും ഫേക്ക് ആണ്. എവരി ബിലീഫ് ഈസ് ഫേക്ക്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ എനിക്ക് ഷംഷീറിനെ പരിചയപ്പെട്ടു, ഷംഷീറിനോട് എനിക്ക് വിശ്വാസം വന്നു, ബിലീഫ് വന്നു. അപ്പോൾ ഓൻ കുഴപ്പമില്ല, ഓന് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റിയ ഒരാളാണ്, അവൻ പറ്റിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഷംഷീറിനെ ഹാബിദിന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോ ഞാൻ പറയണ ഹാബിദെ ഓന് ഉഷാറാണ്, ഓനെ നമുക്ക് വിശ്വസിക്കാം എന്ന് പറയണം, അതായത് ബിലീവ് ചെയ്യാം. പക്ഷെ ഷംഷീറിന്റെ അടുത്തുനിന്ന് ഹാബിദിന് ഒരു റോങ് ബിഹേവിയർ ഉണ്ടാവുകയാണ്. അതായത് ഹാബിദിന്റെ വിശ്വാസം പോവാണ്. എനിക്ക് ഷംഷീറിന്റെ അടുത്ത് വിശ്വാസമുണ്ട്, പക്ഷെ ഹാബിദിന് വിശ്വാസമല്ല. അപ്പൊ എന്താണ് ഈ ബിലീഫ് എന്ന് പറയുന്നത്? നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മൾ ഹാക്കർ മൈൻഡിൽ ഇതിനെ എങ്ങനെ മാറ്റാമെന്നും ഇതിനെ ചേഞ്ച് ചെയ്യാമെന്നും നമുക്ക് ഇഷ്ടമുള്ള ബിലീഫിനെ എങ്ങനെ കോൺഷ്യസ്ലി ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ബിലീഫ് എന്ന് പറയുന്നത്, നമുക്ക് ചാനലിൽ ബിലീഫ് വരണമെങ്കിൽ നമുക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ ഡാറ്റ വേണം. വിത്തൗട്ട് ഡാറ്റ വി കനോട്ട് ഡു ഇറ്റ്. അതേസമയം ഫെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ ആവശ്യമില്ല. വി ആർ ജസ്റ്റ് ബ്ലൈൻഡ്ലി ബിലീവിങ് ദാറ്റ്, അല്ലെങ്കിൽ ബ്ലൈൻഡ്ലി നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ബ്ലൈൻഡ് ബിലീഫാണ് ശരിക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത്. അതേസമയം ബിലീഫ് എന്ന് സാധാരണ ബിലീഫ് എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് വരുന്നതാണ്. ക്ലിയർ ആണോ? ആണ് മുഷാഖ് പറഞ്ഞത്. അപ്പോ ഇവരുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റമാണ് ആഡ് ചെയ്തത്. എന്ത് ശരിയാണല്ലോ, ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡെയിലി ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എക്സസൈസ് ആയിട്ട് മാറും എന്ന് അവർ വിശ്വസിച്ചത് കാരണം അവരെ ഹെൽത്ത് ഇംപ്രൂവ് ആയി എന്നുള്ളതാണ്. സോ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ബിലീഫ്സ് ഇമ്പാക്ട് യുവർ ബോഡി. ഈ ബിലീഫ് എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് ഇസ്ലാം റിലീജിയസ് ബിലീഫ് അല്ലട്ടില്ലേ. ദൈവത്തിൽ വിശ്വസിക്കുക, ഇസ്ലാം കാര്യങ്ങൾ വിശ്വസിക്കുക, ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുക, അതല്ല ഇത്. ഇത് നേരത്തെ പറഞ്ഞ നമ്മുടെ വാലിഡേഷൻ ഉള്ളൊരു സാധനം. നമുക്ക് പുറകോട്ട് നോക്കി ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ബേസിൽ എടുക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ. രണ്ടാമത് പിഗ്മലിയൻ എഫക്റ്റ് ആണ്. ഇത് 1968 നടന്ന ഒരു സ്റ്റഡിയാണ്. ഇത് ഇതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുകൾ റാൻഡം ആയിട്ട് ചില സ്കൂളുകളിൽ പോകും, എന്നിട്ട് റാൻഡം ആയിട്ട് ചില ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്യും, എന്നിട്ട് ക്ലാസ് ടീച്ചറോട് പറയും നിങ്ങളുടെ ക്ലാസ്സിലെ ഈ 1-2 കുട്ടികൾ 3 കുട്ടികൾ ഇന്റലിജന്റ് ആണെന്ന് ഞങ്ങൾ ടെസ്റ്റിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അവർ റാൻഡം ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അത് നുണയായിരുന്നു. ടീച്ചറോട് പറഞ്ഞത് ഈ കാര്യം ഒരു കാരണവശാലും ആരോടും പറയരുത്. രണ്ടാമത് പറഞ്ഞത് ഈ കുട്ടികൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ ഒന്നും കൊടുക്കരുത്. ഇവർ ഇന്റലിജന്റ് ആണ്, അവരെ ജീനിയസ് ആണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കരുത്. അവസാനം ആ ഇയർ എൻഡ് ആയപ്പോൾ ഈ കുട്ടികളുടെ സ്കോർ കൂടി, ഇവരെ മാർക്ക് കൂടി, ഇവരെ പെർഫോമൻസ് കൂടി. എന്താണ് അതിന് കാരണമായിട്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്? ആ ടീച്ചർ വിശ്വസിച്ചു എന്റെ കുട്ടികൾ ഇന്റലിജന്റ് ആണ്, ജീനിയസ് ആണെന്ന്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിലെ ഒരു ബിലീഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബോഡിയിൽ മാറ്റം വരുത്താൻ പറ്റും.
നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഒരു ബിലീഫ് മറ്റുള്ളവരെ കുറിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈവൻ മറ്റുള്ളവരുടെ ലൈഫിൽ വരെ മാറ്റം വരുത്താൻ പറ്റുന്നതാണ്. അതാണ് പിഗ്മെയിൻ എഫക്ട് പറയുന്നത്. അപ്പോ നിങ്ങളെ കുട്ടികളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് റോങ് ബിലീഫ് ആണെങ്കിൽ അതിനെ മാറ്റുക. ബിക്കോസ് എവരി ബിലീഫ് ഈസ് ഫേക്ക്. എല്ലാ ടിപ്പിക്കൽ വിശ്വാസം, എല്ലാ ബിലീഫുകളും ഫേക്ക് ആണ്. ബിക്കോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. നമ്മൾ ജനിച്ചപ്പോൾ ബിലീഫ് കൊണ്ടല്ലേ വരുന്നത്, നമ്മളത് ക്രിയേറ്റ് ചെയ്തതാണ്. സോ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുവർ ബിലീഫ് ഇമ്പാക്ട് ദ പീപ്പിൾ അറൌണ്ട് യു. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ബിലീഫ്, നിങ്ങളുടെ ബിലീഫ് നിങ്ങളുടെ ചുറ്റുപാടുള്ള ആളുകളിൽ വരെ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യും. സോ ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളൊരു കാര്യം ബ്ലൈൻഡ്ലി ചെയ്യുന്നതും അതിന്റെ സയൻസ് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് 100x ആയിരിക്കും. 100x. യു ക്യാൻ ലിറ്ററലി ക്രിയേറ്റ് 10 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട റിസൾട്ട് 1 വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വർഷങ്ങളായിട്ട് ഡയബറ്റീസിന് മരുന്ന് കുറിച്ച ആളുകൾ വിത്തിൻ 6 months കൊണ്ട് മരുന്ന് നിർത്തിയ ആളുകളുണ്ട്. കംപ്ലീറ്റ്ലി 3-4 നേരം മരുന്ന് കുറിച്ച ആളുകൾ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഐ ടീച്ച് ദം ദ സയൻസ്, ഐ ചേഞ്ച് ദെയർ പ്രോഗ്രാം. ടിപ്പിക്കൽ ഡോക്ടർമാർ അവരോട് പറഞ്ഞു കൊടുത്താൽ ഇത് മാറൂല, അത് മാറൂല, അത് ജനറ്റിക് ആണ്, അതിന്റെ ഉപ്പാക്കണ്ട് എല്ലാവർക്കും ഇത് മാറൂല. സോ ഈ ബിലീഫുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? ഐഡന്റിഫൈ ചെയ്ത് എംപവറിങ് ചെയ്യാത്ത, നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ബിലീഫിനെ നമ്മൾ എടുത്ത് കളയാം, ഡിലീറ്റ് ചെയ്യാം. ഒരു പുതിയൊരു ബിലീഫിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ മൊബൈലിലൊക്കെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ. ഓക്കെ, സോ ഇതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ സയൻസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതിന്റെ സ്റ്റെപ്പ് പറഞ്ഞു തന്നാൽ റിസൾട്ട് കിട്ടും, പക്ഷേ അത് 1x ആയിരിക്കും. ഇത് അറ്റൻഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് 100x ആയിരിക്കും, ഗ്യാരണ്ടിയാണ്. സോ ഞാൻ എപ്പോഴും എന്റെ ഫോട്ടോ കാണിക്കാറുണ്ട്. ഞാൻ സിക്കും ഒബീസും ഒക്കെ ആയിരുന്ന സമയത്ത് ഞാൻ സ്ലീപ്പിന്റെ കൂടെ എന്റെ ഫസ്റ്റ് 10 കിലോ വെയിറ്റ് കുറച്ചത് പട്ടിണി കിടന്നിട്ടൊന്നുമല്ല, നോർമൽ മലയാളി മീല് കഴിച്ചിട്ടാണ്. രാവിലെ ഇഡ്ഡലി, ദോശ, പുട്ട്, ആ സാധനങ്ങൾ, ഉച്ചക്ക് മീല്, ഈവനിങ് എന്തെങ്കിലും റൈസോ ചപ്പാത്തിയോ പൊറാട്ടയോ അല്ലെങ്കിൽ വട്ടവർ ഇറ്റ് മേ ബി, നോർമൽ ഒരു ടിപ്പിക്കൽ മലയാളി മീൽസ് ഫുഡ് കഴിച്ചിട്ടാണ് എന്റെ ഫസ്റ്റ് 10 കിലോ ഞാൻ കുറച്ചത്. അതിന് ഒരു ടൂൾ എന്ന് പറയുന്നത് ഉറക്കമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യാൻ നിങ്ങൾ ഉറങ്ങുമ്പോഴാണ്, ബ്രീത്ത് ഔട്ടിലൂടെയാണ്, അല്ലാതെ എക്സസൈസിലൂടെയോ ഓടുമ്പോഴോ ചാടുമ്പോഴോ ഒന്നുമല്ല, സ്വെറ്റിലൂടെ ഒന്നുമല്ല. രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഈ ഫാസ്റ്റിംഗ് ആണ്. പവർഫുൾ ടൂളാണ്. ഹ്യൂജ് ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളെ ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതാണ് ഷംഷീറും ഹാബിദും സാദിഖ് ഭായി പറഞ്ഞത്. വേറൊരാൾ ചോദിക്കും എന്ത് പറ്റി, നിങ്ങൾ ഒന്നുകൂടി യങ് ആയല്ലോ, നിങ്ങളൊന്ന് ഗ്ലോ ചെയ്യുന്നുണ്ടല്ലോ. മുഷ്താഖ് അങ്ങനെ എന്നോട് പറഞ്ഞതാണ്, നിങ്ങൾ എന്തോ ഒരു വ്യത്യാസമില്ല മാറൂഫ് ഭായിനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നാ എനിക്കും പഠിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ്, അങ്ങനെ തുടങ്ങിയ ഒരു കമ്മ്യൂണിറ്റിയാണത്. സോ രണ്ടാമത്തെ പവർഫുൾ ടൂളാണ് ഇത് എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നമ്മൾ കൊളസ്ട്രോൾ മാസ്റ്റർ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടക്കിടക്ക് കൊണ്ടുവരുന്ന ഒരു കോട്ടാണ്. അതായത് ഹിറ്റ്ലറിന്റെ ഒരു കോട്ടാണ്, ഹിറ്റ്ലർ ഉപയോഗിച്ചിരുന്നതാണ്. മേക്ക് ദ ലൈ ബിഗ്, മേക്ക് ഇറ്റ് സിമ്പിൾ, കീപ് സേയിങ് ഇറ്റ് ആൻഡ് ഇവൻച്വലി ദേ വിൽ ബിലീവ് ഇറ്റ്. ഒരു നുണ വളരെ വലിയ നുണയാക്കി എടുക്കുക, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, അതിനെ വളരെ സിമ്പിൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിനെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പൊ ആൾക്കാർ വിശ്വസിക്കും. ബിക്കോസ് ഈ കോൺഷ്യസ് നമ്മളെ പലപ്പോഴും ചിന്തിക്കാൻ നമ്മളെ ഡിസൈൻ ചെയ്തിട്ടില്ല. സ്കൂളുകൾ നമ്മളെ ചിന്തിക്കരുത് എന്നാ പറയാ സാധാരണ. അതായത് നിങ്ങൾ എൻഡ് ഓഫ് ദ ഡേ സ്കൂൾ കുട്ടികളെ ഒരു കോളേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചിന്തിക്കുന്നതിന്റെ ആ കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ തിങ്കിങ്ങിന് ഒരു കോഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, എങ്ങനെ ചിന്തിക്കണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ഒരു നുണ സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിച്ചു പോകും, ഈവൻ നുണയാണെങ്കിലും. കാരണം എല്ലാ ബിലീഫും ഫേക്ക് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വി ഡൗൺലോഡ് ചെയ്ത്, ഹാബിദ് പറഞ്ഞ പോലെ നമ്മുടെ ചുറ്റുപാടിന് നമ്മൾ ഡൗൺലോഡ് ചെയ്ത സാധനമാണ്. ഇതിവിടെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫാസ്റ്റിംഗ് ഫോർ എനർജി എന്ന് പറയുന്നത് റമദാനിൽ മാത്രം ഫോളോ ചെയ്യേണ്ട ഒരു പ്രോട്ടോകോൾ അല്ല. ഇത് റമദാൻ കഴിഞ്ഞാലും നിങ്ങൾ ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോളാണ്. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എല്ലാ കൾച്ചർസ്കേപ്പിലുള്ള എല്ലാ ആളുകളും പറയാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോവുകയോ, ബ്രേക്ക്ഫാസ്റ്റ് ഈസ് രാജാവിനെ പോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ രോഗം വരും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ഡയബറ്റീസ് വരും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ഡൗൺ ആവും, ഒരുപാട് പ്രശ്നങ്ങൾ പറയും. കാരണം ഇതൊരു നുണയാണ് എന്നുള്ളതാണ്. ആ നുണയാണ് ഞാൻ ഇന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് മിത്താണ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്കാം ആയിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് തുടങ്ങിയത് നോക്കിക്കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ മരുമകൻ ആണ് ഇദ്ദേഹമാണ് ബേക്കൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീറ്റ് ഉണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് നിങ്ങൾക്ക് അറിയാം, സൈക്കോളജി ഒക്കെ പഠിച്ച ആളുകൾക്ക് അറിയാം.
ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിയിൽ ഒരുപാട് റിസർച്ചുകളും ഒരുപാട് സംഗതികളും പല തിയറികളും ഇപ്പോഴും നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോ ഇദ്ദേഹത്തിന്റെ മരുമകനായ എഡ്വാർഡ് ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളെയാണ് ഇയാളൊരു മാർക്കറ്റിംഗ് ജീനിയസ് ആയിരുന്നു. മാർക്കറ്റിംഗ് ജീനിയസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ ലോകം കണ്ടിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് മാർക്കറ്റിംഗ് ജീനിയസ് എന്നൊക്കെ പറയാൻ പറ്റും ചിലപ്പോൾ. കാരണം അയാൾക്ക് സൈക്കോളജി അറിയാം, ആളുകളെ എങ്ങനെ ബിഹേവിയർ മാറ്റണം എന്നൊക്കെ അറിയാം. അപ്പോ ഇദ്ദേഹമാണ് ബേക്കന്റെ സെയിൽസ് കൂട്ടിയത്. അതുപോലെ തന്നെ സിഗരറ്റ്, അതായത് ലേഡീസിന് ബൈ ഡിഫോൾട്ട് സിഗരറ്റ് വലിക്കുന്നത് ഇഷ്ടമല്ല, അതിന്റെ സ്മെല്ല് വരെ ഇഷ്ടമല്ല. സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ലേഡീസ് അവർ കിച്ചണിലാണ് വിചാരിച്ചോളൂ, സിഗരറ്റ് വലിച്ചിട്ടുള്ള ഒരാൾ നിങ്ങളുടെ സിഗരറ്റ് ഒന്നും വലിക്കുന്നില്ല, അയാൾ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹോളിലോട്ട് നിങ്ങളുടെ വീട്ടിലോട്ട് ഡോറിലോട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് സ്മെല്ല് കിട്ടുന്നതാണ്. ഭയങ്കര സെൻസിറ്റീവ് ആണ്. സിഗരറ്റ് ലിറ്ററലി സൈക്കോളജിക്കലി ബയോളജിക്കലി ലേഡീസിന് വലിക്കാൻ പറ്റൂല, അതിന്റെ സ്മെല്ലേ അവർക്ക് ഇഷ്ടമല്ല. പക്ഷേ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് പെണ്ണുങ്ങളെ കൊണ്ട് സിഗരറ്റ് വലിപ്പിക്കാൻ തുടങ്ങിയത്. കാരണം പെണ്ണുങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഫ്രീഡമാണ്, സിഗരറ്റ് വലിച്ച് ഞങ്ങൾക്ക് ആണുങ്ങളെ പോലെ ആവാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രീഡമാണ്. അതിന്റെ ഒരു ചെറിയ ക്ലിപ്പ് ഞങ്ങൾ ഷെയർ ചെയ്യും. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിനോട് ഈ ബേക്കൻ കമ്പനികൾ കോൺടാക്ട് ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ ബേക്കന്റെ സെയിൽ കൂട്ടണം. അപ്പൊ സിഗ്മണ്ട് ഫ്രോയിഡിനെ ഹയർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു PR വർക്ക് ചെയ്തു. അതായത് ഒരുപാട് ഡോക്ടർമാരെ കണക്ട് ചെയ്തു. ഡോക്ടർമാരെ ചോദിച്ചു, ഈ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് ആണ്. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് ആണ്. അപ്പൊ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് ഹെവി ആയിരിക്കണോ അതോ ലൈറ്റ് ആയിരിക്കണോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞു, ഒബ്വിയസ്ലി ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്, അത് ഹെവി ആയിരിക്കണം, കാരണം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യല്ലേ. നമ്മൾ കുറച്ച് ഒരു 10-18 മണിക്കൂർ രാത്രി ഒരു 8 മണിക്ക് ഭക്ഷണം കഴിച്ച് പിന്നെ നമ്മൾ ഉറങ്ങി പിന്നെ രാവിലെ എണീച്ച് ഓൾമോസ്റ്റ് ഒരു 8-10-12 മണിക്കൂറിന്റെ മേലെ നമ്മൾ എന്താണ്, ഫാസ്റ്റിംഗിലാണ്. അപ്പൊ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കുറച്ച് ഹെവി ആയിട്ടുള്ള മീൽ കഴിക്കാനാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു. ഈ ഡോക്ടർക്ക് കുറച്ച് കണക്ട് ചെയ്തിട്ട് വേറെ കുറെ ഡോക്ടർമാരെ ചോദിച്ചു. അങ്ങനെ ഒരു 5000-ഓളം ഡോക്ടർമാരെ ചോദിച്ചപ്പോൾ 4500 ഡോക്ടർമാരും പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയിരിക്കണം എന്നുള്ളത്. ഇത് അദ്ദേഹം ഒരു സ്റ്റഡിയാക്കി പബ്ലിഷ് ചെയ്തു. അങ്ങനെയാണ് ബേക്കന്റെ സെയിൽ കൂടിയതെന്നാണ്. ഇവിടെ ഏറ്റവും പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഹെവി തന്നെ കഴിക്കേണ്ടത്, ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷെ ഇത് എപ്പോൾ കഴിക്കണം എന്നാ? നമ്മളെന്താണ് രാവിലെ 6 മണിക്ക് എണീച്ചോടെ തന്നെ ബെഡ് കോഫിയാ, അല്ലെങ്കിൽ ബെഡ് ടീ, പിന്നെ ഒരു സ്നാക്ക്, അതിനുശേഷം വീണ്ടും ലഞ്ച്, പിന്നെ 11 മണിക്ക് വീണ്ടും ചായ. അപ്പൊ നമ്മളും ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര ഹെവിയാണ്. നമ്മൾ സ്റ്റേക്കോ എഗ്ഗോ അല്ലെങ്കിൽ ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. പക്ഷെ ഇത് രാവിലെ 7 മണിക്ക് തന്നെ 6 മണിക്ക് തന്നെ കഴിക്കണം എന്നൊരു നിർബന്ധമല്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കാം ആയിരുന്നു, ഒരു PR വർക്കായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ മിത്ത് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് ഫോർ എനർജിയിൽ. അപ്പൊ എവല്യൂഷണറിയിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ ആൻസിസ്റ്റേഴ്സ് ഹണ്ടേഴ്സ് ആൻഡ് ഗ്യാദറേഴ്സ് ആയിരുന്നു. അവരൊരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഈ 8 മണി 7 മണിക്ക് കഴിച്ചിട്ടില്ല, അവരൊരിക്കലും കഴിച്ചിട്ടില്ല. അവർക്ക് വിശക്കുമ്പോൾ അവർ ഹണ്ട് ചെയ്യാൻ പോകും. അപ്പൊ അവരെ മസിലൊക്കെ ഉപയോഗിച്ച് അവർ ഹണ്ട് ചെയ്യും, ഗ്യാദർ ചെയ്യും, ഭക്ഷണം കഴിക്കും. നിങ്ങൾ ഡിസ്കവറി ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഹണ്ടിങ്ങിന് പോയി മേ ബി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതിന് കിട്ടുക. ഇത് ഡിസ്കവറി കാലം നിങ്ങൾ ശരിക്കും കാണേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തിലോട്ട് പോവാം. അപ്പൊ ഞാനൊക്കെ മദ്രസയിൽ പോകുന്ന സമയത്ത് ഒരു 7-7:30 മദ്രസ ഉണ്ടാവുക. അപ്പൊ വീട്ടിൽ നിന്ന് ഒരു 7 മണിക്ക് ഇറങ്ങണം. 7 മണിക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ പാടത്തും അല്ലെങ്കിൽ പറമ്പിലും ഒക്കെ ഉള്ള ഫാമിലിയിലോ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പാടത്തും പറമ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ജോലിക്കാർ വരും. ഇവര് പണി തുടങ്ങിയിട്ടുണ്ടാവും. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവരെ വീട്ടിൽ പണ്ട് ഇലക്ട്രിസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ചിമ്മിനി വിളക്കിലായിരുന്നു അവര് രാത്രി അവരെ വീട്ടിൽ പോയിക്കുന്നുണ്ടാവുക. അപ്പൊ അവരെന്ത് ചെയ്യും, നേരത്തെ ഭക്ഷണം കഴിച്ച് രാത്രി ആവുന്നതിന്റെ ഭാഗമായി അപ്പൊ അവരെന്ത് ചെയ്യും, അവര് ഡിന്നർ നേരെ കഴിച്ച് അതിനുശേഷം എന്ത് ചെയ്യും, പെട്ടെന്ന് കിടന്നുറങ്ങിയിട്ട് അവർ രാവിലെ വീണ്ടും ജോലിക്ക് വരും. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. എന്നിട്ട് അവർക്ക് 10 മണി ചായ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയാം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ എന്നുള്ളത് കമന്റ് ചെയ്യും. 10 മണി ചായ, അതായത് എയ്തർ ആ പണിക്ക് വരുന്ന വീട്ടിലായിരിക്കും അവരെ 10 മണിക്കുള്ള കഞ്ഞിയോ ചായ പലഹാരങ്ങളോ എന്തെങ്കിലും ഉണ്ടാകും, അതല്ലെങ്കിൽ അവർ ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി അവര് 16 മുതൽ 18 മണിക്കൂർ വരെ ഫാസ്റ്റിംഗിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്ക് അന്ന് 6 പാക്ക് ഉണ്ട്. ഇന്നും അവര് തലയൊക്കെ നരച്ചിട്ടുണ്ടെങ്കിലും അവരിപ്പോഴും കൈക്കോട്ട് 2 വെട്ടുകൂട്ടാൻ അവർക്ക് കുഴപ്പമില്ല. ഇറ്റ്സ് ബിക്കോസ് നമ്മളെ റോങ് ബിലീഫ് നമ്മളെ മേലെ അടിച്ച് കയറ്റിയതാണ്. ഒരു നുണ പറഞ്ഞ് നമ്മളുള്ളിൽ കയറ്റിയതാണ്. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു PR ക്യാമ്പയിൻ ആയിരുന്നു. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെ വെച്ചിട്ട് ബേക്കന്റെ സെയിൽസ് കൂട്ടാൻ ഉണ്ടാക്കിയ ഒരു പവർഫുൾ മാർക്കറ്റിംഗ് PR സ്ട്രാറ്റജി ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളതാണ്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമല്ല.
പക്ഷെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ അതിന്റെ മിത്തിനെ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് അല്ല, അതൊരു ബിസിനസ് സ്ട്രാറ്റജിയാണ് എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്റ്റഡി. 5000 ഫിസിഷ്യൻസിനോട് ചോദിച്ചു, ഡോക്ടർമാരെ ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആവണോ? അപ്പോൾ അതിൽ 45 ആൾക്കാരും പറഞ്ഞു കൺഫേം ആണ്, ഹെവിയാണ് നല്ലത്. ഇതിനെ അദ്ദേഹം സ്റ്റഡിയാക്കി മാറ്റി. അങ്ങനെയാണ് ബേക്കൻ സ്റ്റൈലിൽ കൂടിയത്. അങ്ങനെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബെസ്റ്റ് ഫുഡായിട്ട് മാറിയത്. അതായത് 2030 ആവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് മാർക്കറ്റ് എന്ന് പറയുന്നത് $55.42 ബില്യൺ ഇൻഡസ്ട്രിയാണ്. തിങ്ക് അബൌട്ട് ഇറ്റ്. അത് നിങ്ങൾ ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ചെക്ക് ചെയ്താൽ എത്ര നമ്പർ എന്ന് നോക്കിയാൽ മതി. ഇത്ര വലിയ ഇൻഡസ്ട്രിയാണ്. നമ്മൾ ചിന്തിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പല ട്രാപ്പിലും പോയി പെടും. നമ്മൾ ബോധം ഇങ്ങനെ വരണം. അതായത് ചിന്തിക്കാൻ ബോധം മീൻസ് നമ്മളിപ്പം പറയാറുണ്ട് ഇപ്പൊ രാത്രിയാണെന്നുള്ള ബോധം. ഇടക്കിടക്ക് ഇങ്ങനെ പറയുന്നില്ല ഇത് രാത്രിയാണെന്നല്ല, ഇത് രാത്രിയാണെന്നുള്ള ബോധം നമുക്കുണ്ടല്ലോ. ഞാനൊരാണാണ്, അല്ലെങ്കിൽ നിങ്ങൾ ലേഡീസ് ആണെങ്കിൽ ഞാനൊരു പെണ്ണാണെന്നുള്ള ബോധം ഉണ്ടല്ലോ. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. ഇതാണ് ബോധം എന്ന് പറഞ്ഞത്. അപ്പോ ഈ ബോധോദയം ഉണ്ടാണെങ്കിൽ ചിന്ത ശരിക്കും ആവശ്യമാണ്. നമ്മൾ ചിന്തിക്കണം. ബൈ ഡിഫോൾട്ട് നമ്മൾ റാറ്റ് റേസിന് പോകുമ്പോൾ ഇത് നമുക്ക് ഉണ്ടാവില്ല എന്നാണ്. അപ്പോ നമ്മളായിരിക്കണം നമ്മുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യുന്നത്. നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ് ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്, നമ്മൾ കഴിച്ചോളി. പക്ഷേ ഇൻഡസ്ട്രി അവർ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. നമ്മുടെ ടീം, നമ്മുടെ ഡയറക്ടർ ബോർഡ് മീറ്റിംഗും പിന്നെ ബുക്ക് റീവൊക്കെ ആയിട്ട് നമ്മൾ നല്ല ഹെവി രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. പക്ഷെ അത് നമ്മുടെ ഡിസിഷനാണ്. നമ്മൾ ഡിസൈഡ് ചെയ്യാണ്, ഇൻഡസ്ട്രി അല്ല ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോ ഒന്നാമത്തെ മിത്ത് നമ്മൾ ബേസ്റ്റ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഒരു PR ക്യാമ്പയിൻ ആണ്. ഇറ്റ് ഈസ് നോട്ട് ദ ബിഗ്ഗസ്റ്റ് മിറക്കിൾ. ഇതാണ് അതിന്റെ സ്ക്രീൻഷോട്ടുകൾ ബേക്കന്റെ. അതുപോലെ തന്നെ ലേഡീസ് സിഗരറ്റ് വലിക്കാൻ സ്റ്റാർട്ട് ചെയ്തതിന്റെയും ഒരു ബാക്ക് ബോൺ, അതിന്റെ മാർക്കറ്റിംഗ് ജീനിയസ് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയായിരുന്നു. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ഞാൻ വീണ്ടും ഒന്നും കൂടി നിങ്ങളോട് ഡബിൾ കൊട്ടേഷൻ ആയിട്ട് പറയാണ്, നിങ്ങൾ ആരോടും നിങ്ങളെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും പറയേണ്ട ആവശ്യമില്ല ഞാൻ അത്താഴം കഴിക്കുന്നില്ല, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് വി ആർ നോട്ട് റിയലി ഫാസ്റ്റിംഗ്, വി ആർ യൂസിങ് എ ഹാക്ക്. യങ് മേക്കർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നത്. ഇതിനെ നമുക്ക് ഫാസ്റ്റിംഗ് മിമിക്കിംഗ് ഡയറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതായത് നമ്മൾ ബോഡിയോട് പറയാണ് നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്, പക്ഷെ നമുക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുകയും ചെയ്യും. അതെന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ട്. ഫാസ്റ്റിംഗ് ഈസ് ആക്ച്വലി എ സ്ട്രെസ്സർ. നമുക്ക് ജോലിയിൽ സ്ട്രെസ് ഉണ്ട്, ഫാമിലിയിൽ സ്ട്രെസ് ഉണ്ട്, ഫൈനാൻഷ്യലി സ്ട്രെസ് ഉണ്ട്, പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ട്. ഇപ്പൊ ഉറക്കല്ല ആൾക്കാർക്ക്. അതിന്റെ കൂടെ ഞാനൊരു 16 മണിക്കൂർ ഫാസ്റ്റിംഗ് കൂടി തന്നു കഴിഞ്ഞാൽ മിക്കവാറും ആളുകളുടെ ബോഡി ഔട്ടാവും. അപ്പൊ അതിന് എന്ത് ചെയ്യണം? എനിക്ക് അങ്ങനെ ചെയ്യണ്ട. നിങ്ങളുടെ ആ ട്രാക്കിൽ കയറി വന്ന് പിന്നെ മസിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പ്ലേകളും കളിക്കാൻ പറ്റും, പല കളികളും കളിക്കാൻ പറ്റും. അപ്പോ അതിനെ മാറ്റം വരുത്താനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ സ്പെഷ്യലി ഒരു ബയോ ഹാക്കാണ് ഉപയോഗിക്കുന്നത്. യങ് മേക്കർ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനോടും ഫ്രണ്ട്സിനോട് ചോദിക്കും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ചോദിക്കും. കാരണം വെച്ചാല് ആളുകൾക്ക് സാധാരണ ചോദിക്കാൻ എന്തെങ്കിലും ചോദിക്കണ്ടേ, അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കും. എന്തെങ്കിലും ചോദിക്കേണ്ടതിലാണ്. അപ്പൊ കഴിച്ചു എന്ന് പറയാം. അപ്പൊ എന്താണ്, ഞാൻ ഒരു കോഫിയും അതുപോലെ തന്നെ കുറച്ച് എഗ്ഗൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. കലാസ്. അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾക്ക് ഇതിന്റെ സയൻസ് കംപ്ലീറ്റ്ലി ഇന്ത്യനൈസ് ആവുന്നത് വരെ അത് പറയാം. അല്ലെങ്കിൽ എന്ത് പറയും, മറ്റുള്ള ഈ റോങ് ബിലീഫുകൾ ഡൗൺലോഡ് ചെയ്ത ആളുകൾ നിങ്ങൾ അറ്റാക്ക് ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്താണ് റിയലി ഫാസ്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ ബോഡീനെ മിമിക് ചെയ്യാണ് ചെയ്യുന്നത്. ബോഡിനോട് നമ്മൾ പറയുന്നത് ഫാസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. ബോഡി ഫാസ്റ്റിംഗ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ബെനിഫിറ്റുകൾ നമ്മൾക്ക് തരുമെന്നുള്ളതാണ്. ഇനി ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണ്, നിങ്ങളുടെ കണ്ടീഷൻസ് എന്ത് തന്നെ ആയാലും ഏതൊരു നിങ്ങൾക്ക് അങ്ങനെ തന്നെ തുടരാം, അല്ലെങ്കിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യാം. ഇത് കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണ്. 2 പാതകൾ കാണിച്ചു തന്നിട്ടില്ലേ ഖുർആനിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് 2 ചെവി തന്നില്ലേ, 2 കണ്ണ് തന്നില്ലേ, നാക്ക് തന്നില്ലേ, 2 പാതകൾ കാണിച്ചു തന്നില്ലേ. ഇതുപോലെ 2 പാത ഉണ്ട്. ഏതൊരു നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിം ആയിട്ട് തുടരാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ നല്ല പാത നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറും എന്നുള്ളതാണ്. സോ യു ഹാവ് ദ കൺട്രോൾ ഓഫ് യുവർ ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും ശരി, നിങ്ങൾക്കത് മാറ്റാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഇനി ലെറ്റ്സ് കം ടു ഫാസ്റ്റിംഗ്. ഫാസ്റ്റിംഗിന്റെ അർത്ഥം തന്നെ ഗോയിങ് വിത്തൗട്ട് എന്നാണ്. അതായത് നിങ്ങൾക്ക് തോന്നുകയാണ്, എനിക്ക് ഇപ്പൊ സംശയം പറഞ്ഞാൽ ചായ കുടിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. യു ക്യാൻ ഫാസ്റ്റ് ഫ്രം ചായ. കോഫി കുടിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. യു ക്യാൻ ഫാസ്റ്റ് ഫ്രം കോഫി. ഈവനിങ് സ്നാക്ക് കഴിക്കാതെ എനിക്ക് പോകാൻ പറ്റില്ല. യു ക്യാൻ ഫാസ്റ്റ് ഫ്രം ദാറ്റ്. യു ക്യാൻ ഫാസ്റ്റ് ഫ്രം
സെക്സ്, യു ക്യാൻ ഫാസ്റ്റ് ഫ്രം വാട്ടർ, യു ക്യാൻ ഫാസ്റ്റ് ഫ്രം നെഗറ്റീവ് തോട്ട്സ്. എന്തിൽ നിന്നും ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഫുഡുമായി ബന്ധപ്പെട്ട ഫാസ്റ്റിംഗ് ആണെന്നേ ഉള്ളൂ. അപ്പൊ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ മദർ നേച്ചറിന്റെ ഓപ്പറേഷൻ ടേബിൾ ആണെന്നാണ് പറയുന്നത് എക്സ്പേർട്ടുകൾ. പ്രകൃതിയുടെ, അതായത് ഫാസ്റ്റിങ്ങിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യാം. ഫാസ്റ്റിംഗ് ഒരു ഇടങ്ങേറ് പിടിച്ച പരിപാടിയല്ല. ഫാസ്റ്റിംഗ് പട്ടിണി കിടക്കലല്ല. ഫാസ്റ്റിംഗ് നമ്മളെ ബോഡിയെ ഹീൽ ചെയ്യുന്ന, നമ്മൾ എപ്പോഴാണ് ഓപ്പറേഷൻ ടേബിളിൽ കയറുക? ചെറിയ പനി ജലദോഷം ഓപ്പറേഷൻ ടേബിളിലോ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നം വരണം. ഇതുപോലെ എല്ലാ വർഷവും നമ്മൾ പൈസ ചെലവില്ലാതെ സാധാരണ ഒരു ഓപ്പറേഷൻ ടേബിളിൽ കയറി കഴിഞ്ഞാൽ മിനിമം എത്ര പൊട്ടും? ഒരു ഹ്യൂജ് എമൗണ്ട് പൊട്ടും. എല്ലാ കൊല്ലം നമ്മൾ കയറിടക്കാൻ അടിച്ചു നോക്കി. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളെ ഹീൽ ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ഒരു ടേബിളാണ് ശരിക്കും ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ് ഈസ് നോട്ട് സ്റ്റാർവേഷൻ. നിങ്ങളുടെ ബോഡിയെ ഹീൽ ചെയ്യിക്കാനുള്ള ഒരു പവർഫുൾ പ്രോസസ് ആണെന്നുള്ളതാണ്, സ്റ്റാർവേഷൻ അല്ല എന്നുള്ളതാണ്. ഇനി ജാവ സിമ്പിൾ ആണ്, പവർഫുൾ എന്ന് പറയുന്നത് തന്നെ ഫാസ്റ്റിംഗ് ഈസ് വെരി സിമ്പിൾ ആൻഡ് ഈസി, ബട്ട് ഇറ്റ് വിൽ ഗീവ് യു പവർഫുൾ ബെനിഫിറ്റ്സ് ടു യുവർ ബോഡി. നിങ്ങളുടെ ബോഡിനെ എൻറ്റയർലി ട്രാൻസ്ഫോം ആക്കുന്ന ഒരു പരിപാടിയാണ് ഫാസ്റ്റിംഗ് എന്നുള്ളത്. ഇതൊരു പക്ഷേ കേൾക്കുമ്പോൾ ഇവൻ തള്ളുകണൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ബിലീവ് മീ, ജസ്റ്റ് വെയിറ്റ് ഫോർ ജസ്റ്റ് 30 days. 30 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഗ്യാരണ്ടിയാണ്. സോ സിഗരറ്റ് വലിക്കുന്ന ആളുകൾ യു ക്യാൻ ഫാസ്റ്റ് ഫ്രം സിഗരറ്റ്. ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ആളുകൾ യു ക്യാൻ ഫാസ്റ്റ് ഫ്രം ആൽക്കഹോൾ. യു ക്യാൻ ഫാസ്റ്റ് ഫ്രം സെക്സ്. യു ക്യാൻ ഫാസ്റ്റ് ഫ്രം ഡോപ്പമിൻ സ്റ്റിമുലേഷൻ. നിങ്ങളുടെ ബ്രെയിനിന് ഡോപ്പമിൻ ഹിറ്റ് കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ യു ക്യാൻ ഫാസ്റ്റ് ഫ്രം ഹേറ്റ്രഡ്. അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും രാവിലെ ഒരു 9 മണിയാവുന്നത് വരെ നിങ്ങളെക്കുറിച്ചോ മറ്റുള്ള ആരെക്കുറിച്ചോ നെഗറ്റീവായിട്ട് ചിന്തിക്കൂല എന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. അതും ഫാസ്റ്റിംഗ് ആണ്. സോ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂൾ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് ലിറ്ററലി നമുക്ക് ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന എല്ലാ സാധനത്തിനോടും നമുക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് വി ആർ ഫോക്കസിങ് ഓൺ ഫുഡ് ബേസ്ഡ് ഫാസ്റ്റിംഗ്, ഫുഡിനെ കുറിച്ചിട്ടുള്ള ഫാസ്റ്റിംഗ് ആണെന്നുള്ളതാണ്. അപ്പൊ ആർക്കാണ് ഈ ഫാസ്റ്റിംഗ് ഉപയോഗപ്പെടുക? ജനറലി എല്ലാ ആളുകൾക്കും, ക്രോണിക്കലി എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഇല്ലാത്ത, ഈറ്റിംഗ് ഡിസോർഡർ ഇല്ലാത്ത എല്ലാ ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റും. ഇനി അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ഗൈഡൻസ് എടുത്തിട്ട്, നമ്മുടെ ടീമിൽ ഡോക്ടർമാരുണ്ട്, അവരെ ഗൈഡൻസ് എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൈഡൻസ് എടുത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ജനറലി ഇത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എങ്കിലും ഒരു ജനറൽ ഡിസ്ക്ലൈമർ നമ്മൾ തരണം. ടിപ്പിക്കലി നിങ്ങൾ നോർമൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ ഈ ഹാക്ക് ഒന്നും ഉപയോഗിക്കില്ല. നോർമലി ഭക്ഷണം ഇല്ലാതെ പോവുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ പോകുന്ന ആളുകൾ നമ്മുടെ പ്രോട്ടോകോൾ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ നോക്കിയിട്ട് ചെയ്യുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വളരെ ചെറിയ കുട്ടികൾ, ടീനേജേഴ്സ്, ഭയങ്കരമായിട്ട് പ്രായമായ ഹ്യൂജ് ലെവൽ ഡിസീസുള്ള ആളുകൾ, ഇവരൊന്നും ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല. പ്രഗ്നന്റ് ലേഡീസ്, ബ്രസ്റ്റ് ഫീഡിങ് വുമൺസ്, ഇവരൊന്നും ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളെ ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മളെ ഗ്രൂപ്പിൽ അവരിവിടെ ഉണ്ടോന്ന് അറിയില്ല, ഡെലിവറിയുടെ സമയം, പ്രഗ്നൻസിയുടെ സമയത്ത് തന്നെ ഫാസ്റ്റിംഗ് ചെയ്ത് ഹ്യൂജ് ബെനിഫിറ്റ് അവർക്ക് ഉണ്ടായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രോട്ടോകോൾ ചെയ്യാൻ പറ്റും. ടിപ്പിക്കൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മൾ പറയുന്നത് ഇതൊക്കെ ചെയ്യാൻ അവോയ്ഡ് ചെയ്യുന്നതാണ് അവർക്ക് നല്ലത്. ഡിപ്പെൻഡ്സ് ഓൺ ദർ കണ്ടീഷൻ. സിവിയർലി അണ്ടർ വെയിറ്റ് ആയ ആളുകൾ, അതുപോലെ തന്നെ ഈറ്റിംഗ് ഡിസോർഡർ ഉള്ള ആളുകൾ, ബ്ലഡ് ഷുഗർ ഇഷ്യൂ ഉള്ള ആളുകൾ. പക്ഷെ നമ്മുടെ പ്രോട്ടോകോൾ അതിനൊക്കെ ഫിക്സ് ചെയ്യും. നോർമൽ ഫാസ്റ്റിംഗ് ആണ് പറയുന്നത്. പീപ്പിൾ ഹു ആർ വിത്ത് ഹെൽത്ത് കണ്ടീഷൻ, മെഡിക്കൽ ഡോക്ടർ സപ്പോർട്ടും മറ്റൊക്കെ എടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യണം? അവർ ഡോക്ടർമാരെ ഹെൽപ്പ് എടുത്തിട്ട് മാത്രമേ, അല്ലെങ്കിൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഹെൽത്ത് എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്വയം ചെയ്യരുത്. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കോച്ചിങ് ഗ്രൂപ്പിൽ ചേർന്ന് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്.